ഹായ്, ഞാൻ എവിടെയാണ് വന്നിരിക്കുന്നതെന്ന് അറിയാമോ? വിൻസെൻഷൻ റിട്രീറ്റ് സെൻറ്റർ കേട്ടോ. നമ്മുടെ നാട്ടിലെ മുരിങ്ങൂരൊക്കെ പോലെയുള്ള സ്ഥലമാണ്. അപ്പോൾ ഞാനിവിടെ വന്നിരിക്കുന്നത് ഇവിടെയുള്ള വർഗീസ് അച്ഛനെ കാണാനായിട്ടാണ്. എന്തിനാണെന്നറിയാമോ? നമ്മുടെ അന്നക്കുട്ടിയുടെ ആദ്യ കുർബാനയായി വരുന്ന ശനിയാഴ്ചയും അപ്പോൾ വർഗീസ് അച്ഛനാണത് നടത്തി തരാമെന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് അച്ഛനുമൊക്കെ ആയിട്ടൊന്ന് സംസാരിച്ച് ഇനിയിപ്പം നമ്മുടെ ഭാഗത്തുനിന്ന് വേറെ എന്തെങ്കിലും ചെയ്യാനുണ്ടോ അങ്ങനെയൊക്കെ കാര്യങ്ങളൊക്കെ ഒന്ന് ചോദിച്ചറിയാനും എല്ലാം കൂടിയാണ് കേട്ടോ വന്നിരിക്കുന്നത്. അപ്പം എന്താ പറയുക, ഞാൻ പ്രിപ്പറേഷൻ തുടങ്ങി. ആദ്യ കുർബാനയ്ക്ക് മുമ്പുള്ള കാര്യങ്ങളൊക്കെ തുടങ്ങി. അപ്പം ഇനി ഈ വെള്ളിയാഴ്ച അവളെ കൊണ്ട് കുമ്പസാരിപ്പിക്കണം. അങ്ങനെ ഒത്തിരി കാര്യങ്ങളാണ്. അപ്പോൾ ഞാൻ ഓർത്തേ ഈ ആദ്യ കുർബാനയുടെ ആ വീഡിയോ, അതായത് എന്താണ് ഞാൻ ചെയ്യുന്നത്, എങ്ങനെയാണ് കാര്യങ്ങൾ ഓർഗനൈസ് ചെയ്തിരിക്കുന്നത്, അതായത് എല്ലാ കാര്യങ്ങളും വരും കേട്ടോ. അതായത് അവളുടെ ഉടുപ്പ് വാങ്ങിക്കുന്നത് തൊട്ട് അവളെ ഒരുക്കുന്നത് തൊട്ട് എല്ലാ കാര്യങ്ങളും ഈ വീഡിയോയിൽ അങ്ങ് പോട്ടെന്ന് കരുതുന്നു കേട്ടോ. ഞങ്ങൾ എന്തൊക്കെയാണ് അന്നക്കുട്ടിയുടെ ആദ്യ കുർബാനയ്ക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നതെന്ന് കാണിച്ചു തരാം കേട്ടോ. ഇത് ഞങ്ങളുടെ ഇവിടുത്തെ പെർത്തിലെ പള്ളിയാണ് കേട്ടോ. ഞങ്ങളുടെ ഇവിടുത്തെ സീറോ മലബാർ ചർച്ചാണ്. അപ്പം അന്നക്കുട്ടി കുമ്പസാരിക്കാൻ പോവുകയാണെന്ന്. അന്നക്കുട്ടിയുടെ ഫസ്റ്റ് കുമ്പസാരാണ് കേട്ടോ. അപ്പം എന്താ പറയുക, നമ്മളത് തന്നെ പ്രിപ്പയർ ആയിട്ടുണ്ട്. 4 മാസക്കാലത്തോളം അവളതിന് വേണ്ടിയിട്ട് പഠിച്ചു. അപ്പം എന്താ പറയുക, നമ്മുടെ നാട്ടിലെ എല്ലാ രീതികളും ഇവിടെ നല്ല ടീച്ചേഴ്സുണ്ട്. അവർ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. 4 മാസം ഏകദേശം എല്ലാ ശനിയാഴ്ചകളിലും 2-2.5 മണിക്കൂറോളം ക്ലാസ് ഉണ്ടായിരുന്നു. ഒരു നല്ല രീതിയിലാണ് പിള്ളേരെ പ്രിപ്പയർ ചെയ്ത് വിടുന്നത് കേട്ടോ. അപ്പം നമുക്കൊരു സന്തോഷമല്ലേ, നാട്ടിലെ രീതിയിൽ തന്നെ അവർ തമ്പുരാനെ പറ്റി പറഞ്ഞു കൊടുക്കുകയും ഒക്കെ ചെയ്യുന്നത് കൊണ്ട്. അപ്പോൾ അവൾ രാവിലെ കുറച്ച് നേരം പ്രാർത്ഥിച്ചു. എന്താ പറയുന്നത്, കുമ്പസാരത്തിന് വേണ്ടി പ്രിപ്പയർ ആയിട്ട് ഇപ്പോൾ പള്ളിയിലോട്ട് കയറിപ്പോയിട്ടുണ്ട്. ഞങ്ങൾ അച്ഛനെ കണ്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് റോജ ഇറങ്ങി വരുന്നു. അപ്പോൾ നിങ്ങൾ കണ്ടത് ഇതാണ് അച്ഛൻ്റെ ധ്യാന കേന്ദ്രമാണ് കേട്ടോ. ഇതൊരു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വീഡിയോയ്ക്കുള്ള വകുപ്പുണ്ട്. അപ്പം ഇങ്ങോട്ട് വരുമ്പോഴത്തേക്കും ഒരു കുഞ്ഞ് പള്ളിയാണ് ഇതിൻ്റെ. കണ്ടോ, ഇത് ഇത്രയേ ഉള്ളൂ പള്ളി. ഒരു 10-50 പേർക്ക് ഇരിക്കാവുന്ന പള്ളിയാണ്. അപ്പം ഞാനിങ്ങനെ ലൈഫിൽ എന്തെങ്കിലുമൊക്കെ പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഒക്കെ വരുമ്പോൾ എൻ്റെ വീട്ടിൽ നിന്ന് ഏകദേശം അരമണിക്കൂറോളം ഡ്രൈവ് ഉണ്ട്. 20 മിനിറ്റ് അരമണിക്കൂർ ഉള്ള ഡ്രൈവ് ഉണ്ട്. അപ്പം ഞാനിങ്ങോട്ട് ഓടി വരും. അച്ഛൻ്റെ കയ്യിൽ നിന്ന് ഒരു കൈവപ്പ് പ്രാർത്ഥന മേടിക്കും. എന്നതായാലും എല്ലാ മാസത്തിലും എന്തെങ്കിലും ഒരു പ്രശ്നവും പ്രതിസന്ധിയായിട്ട് ഞാനിവിടെ ഉണ്ട്. ഒരു കൈവപ്പ് പ്രാർത്ഥനയൊക്കെ മേടിച്ച് ഇവിടെ വന്നൊരു കുർബാനയൊക്കെ കൂടി കഴിയുമ്പം എനിക്കൊരു മനസ്സമാധാനം. പന്നക്കുട്ടിയുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പം ശനിയാഴ്ച അച്ഛൻ കുർബാനയില്ലാന്ന് പറഞ്ഞു. കണ്ടോ, മാതാവിൻ്റെ ഒരു ഗ്രോട്ടോയാണ് ഇത്. ഏകദേശം നല്ല ഏക്കർ കണക്കിന് സ്ഥലത്താണ് ഈ ധ്യാനകേന്ദ്രം ഇരിക്കുന്നത്. പക്ഷേ ചെറിയൊരു ധ്യാനകേന്ദ്രമാണ് കേട്ടോ. പതിയെ ഡെവലപ്പായി വരുന്നേ ഉള്ളൂ. അപ്പം നല്ല ഭംഗിയാണ്. എന്നാ പറയുന്നത്, നല്ല ആംബിയൻസാണ് ഇവിടെ വന്നു കഴിയുമ്പോഴത്തേക്കും. അപ്പം നമുക്കൊത്തിരി സമാധാനവും ഒക്കെ നമുക്കിവിടെ വന്നു കഴിയുമ്പോഴത്തേക്കും കിട്ടും. പിന്നെ ഒറ്റ കുഴപ്പമേ ഉള്ളൂ, ഇവിടെ റേഞ്ചില്ല. ഒരു കാര്യം മാത്രമേ ഇവിടെയുള്ളൂ. സോ ഇങ്ങനെയാണ് കേട്ടോ അതിൻ്റെ ദൂരെ നിന്നുള്ള വ്യൂ. ഇവിടെ റിട്ടേൺ ഗിഫ്റ്റ് കൊടുക്കുക എന്നുള്ളൊരു ചടങ്ങുണ്ട്. അപ്പം വന്നു കഴിയുമ്പോഴത്തേക്കും നമ്മുടെ നാട്ടിൽ പണ്ടുണ്ടായിരുന്നു കല്യാണവും ആദ്യ കുർബാനയൊക്കെ കഴിയുമ്പോഴത്തേക്കും നാരങ്ങയും ചെണ്ടും കൊടുത്ത് വിടുകയല്ലേ, ആ സെയിം പരിപാടി. ഒരു റിട്ടേൺ ഗിഫ്റ്റ് കൊടുക്കാനുള്ള സാധനങ്ങൾ മേടിക്കാനായിട്ട് പോകണം. കണ്ടോ, റോജ നടന്ന് വണ്ടിയുടെ അടുത്തേക്ക് പോകുന്നു. ഞങ്ങളേ KMRT വന്നിരിക്കുകയാണ് കേട്ടോ. അന്നക്കുട്ടിക്കയുടെ ആദ്യ കുർബാനയ്ക്കുള്ള കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാനായിട്ടാണേ. ഇത് കണ്ടോ, പേപ്പർ പ്ലേറ്റ്സ് എടുത്തിട്ടുണ്ട്. ഇതൊക്കെ നമുക്ക് ടേബിൾ സെറ്റ് ചെയ്യാനുള്ള സാധനങ്ങളാണ് കേട്ടോ. എന്നിട്ട് എനിക്കിത് കണ്ടോ, ഒരു ഗുഡ് തിങ് എനിക്ക് കിട്ടിയത് എന്താണെന്നറിയാമോ? കട്ട്ലറി സെറ്റ് കണ്ടോ, റീയൂസബിൾ കട്ട്ലറി സെറ്റ് കിട്ടിയിട്ടുണ്ട് കണ്ടോ. പിന്നെ ഞാൻ അന്നക്കുട്ടിക്ക് ഒരു ബൊക്കെ ഉണ്ടാക്കണേ. അപ്പോൾ ആ ബൊക്കയിൽ നമുക്ക് ഓൾറെഡി ഒരു ബൊക്കെ ഉണ്ട്. പക്ഷേ ഇതിൽ കണ്ടോ, ഇതിൽ പിങ്ക് ഫ്ലവേഴ്സൊക്കെ ആഡ് ചെയ്യാമെന്ന് ഞാനിങ്ങനെ ഓർക്കണം കേട്ടോ. നല്ല രസമല്ലേ കാണാനായിട്ട് ഈ ബൊക്കെ. പിന്നെ നമ്മൾ കുറച്ച് അല്ലറ ചില്ലറ സാധനങ്ങൾ, എല്ലാം പാർട്ടിക്ക് ആവശ്യമുള്ള സാധനങ്ങളാണ്. ഞാനേ അന്നക്കുട്ടിയെയും കൊണ്ട് ഷോപ്പിംഗ് സെൻറ്ററിൽ വന്നതാണ്. എന്നാത്രയാണെന്നറിയാമോ, അവൾക്ക് നഖത്തിലൊക്കെ നെയിൽ പോളിഷൊക്കെ ഇട്ട് അവൾക്കൊന്ന് സുന്ദരിയാവണമെന്ന്. അപ്പോൾ പെഡിക്യൂറും മാനിക്യൂറും ഒക്കെ ചെയ്ത് തരാമോ മമ്മി? അവിടെ ക്ലാസ്സിലെ പിള്ളേർ പറഞ്ഞു, എന്താ പറയുന്നത്, നിൻ്റെ ഹോളി കമ്മ്യൂണിയൻ അല്ലേ, അപ്പം നല്ല സുന്ദരിയായിട്ടിരിക്കും എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ പിള്ളേർ ഓരോ ആഗ്രഹങ്ങൾ പറഞ്ഞാൽ നമ്മൾ സാധിച്ചു കൊടുക്കണ്ടേ. അതുകൊണ്ട് ഞാൻ അവളെ കൊണ്ട് ഇവിടെ വന്നിരിക്കുകയാണ് ഷോപ്പിംഗ് സെൻറ്ററിൽ. ഇവിടെ നല്ലൊരു നെയിൽസൊക്കെ ചെയ്യുന്നൊരു ഷോപ്പുണ്ട്. അപ്പം എന്താ പറയുന്നത്, പെഡിക്യൂറും മാനിക്യൂറും ഒക്കെ ചെയ്യുന്നൊരു സലൂണുണ്ട്. അപ്പം അവളെ കൊണ്ട് ഞാൻ അങ്ങോട്ട് പോവാണ്. ഇവിടെ കണ്ടോ, ഫാഷൻ നെയിൽസിലാണ് വന്നിരിക്കുന്നത്. പെഡിക്യൂറും ജെൽ നെയിൽ പോളിഷും. അവൾക്ക് നല്ലൊരു ഐഡിയ ഉണ്ട് കേട്ടോ, എന്താ ചെയ്യാൻ പോകുന്നതെന്നുള്ള കാര്യത്തിൽ. രാവിലെ ഉറക്കപ്പായെന്ന് വിളിച്ചെണീപ്പിച്ചുകൊണ്ട് പോന്നിരിക്കുന്നതാണ്. കാരണം ഉച്ച കഴിഞ്ഞ് എനിക്ക് നല്ല തിരക്കാണേ. അന്നക്കുട്ടി ചൂസ് ചെയ്തിരിക്കുന്ന കളർ കണ്ടോ, ഒന്ന് കാണിച്ചു അന്നക്കുട്ടി. നല്ല കളറാണ് അല്ലേ, ലൈറ്റ് പിങ്കും പർപ്പിളും. അതായത് അവൾ പാർട്ടിക്ക് ഇടാൻ പോകുന്ന ഡ്രസ്സിൻ്റെ കളറാണ് കേട്ടോ അവൾ സെലക്ട് ചെയ്തിരിക്കുന്നത്. ഇനി ഇതെല്ലാം കഴിഞ്ഞിട്ട് കാണിക്കാം. അന്നക്കുട്ടി ആ ചെയറിലേക്ക് കയറി ഇരുന്നിട്ടുണ്ട് കേട്ടോ. കാലൊക്കെ വെള്ളത്തിലിട്ട് വളരെ റിലാക്സ്ഡ് ആയിട്ട്. അന്നേ എത്രത്തോളം റിലാക്സിങ് ആണ്?
വെരി റിലാക്സിങ് അല്ലേ? കണ്ടോ അന്നക്കുട്ടിയുടെ കാലൊക്കെ അവർ നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ആദ്യം അവർ എന്നാ പറയുന്നത്, നെയിൽസ് ഒന്ന് കട്ട് ചെയ്തു, അത് കഴിഞ്ഞ് ജസ്റ്റ് ഒരു സ്ക്രബൊക്കെ ഇട്ട് നന്നായിട്ട് മസാജ് ചെയ്യുന്നുണ്ട്. അന്നക്കുട്ടി അവർ നെയിൽ പോളിഷൊക്കെ ഇട്ടല്ലേ കാലയിൽ? അന്നക്കുട്ടി സെലക്ട് ചെയ്ത കാണിച്ച് മോനെ, ജസ്റ്റ് ഒന്ന് കാണിച്ച്. അതായത് നമുക്ക് കറക്റ്റായിട്ട് കാണത്തില്ല, പർപ്പിളും വൈറ്റും അങ്ങനെ ഓൾട്ടർനേറ്റ് ചെയ്ത് ഇട്ടിരിക്കുകയാണ് കേട്ടോ. ഞാനത് കുറച്ച് കഴിയുമ്പോഴത്തേക്കും നീറ്റായിട്ട് കാണിക്കാം. അന്നക്കുട്ടിയുടെ പെഡിക്യൂറും മാനിക്യൂറും ഒക്കെ കഴിഞ്ഞ് കേട്ടോ. അവർ നല്ല ഭംഗിയായിട്ട് നെയിൽ ആർട്ടൊക്കെ ചെയ്ത് തന്നിട്ടുണ്ട്. കണ്ടോ, ഇതാണ് ഇതിൻ്റെ ഔട്ട്കം. ഞാൻ ആ സലൂണിൽ തന്നെ ഇരുന്ന് എടുക്കുന്നതാണ്. അന്നക്കുട്ടി ഹാപ്പി ആയോ? ഞങ്ങളെ റിട്ടേൺ ഗിഫ്റ്റ് എൻ്റെ ബാഗ്സ് പാക്ക് ചെയ്യുന്ന തിരക്കിലാണ് കേട്ടോ. സോറി, അന്നക്കുട്ടിയുടെ കയ്യിൽ ആണ്. അന്നക്കുട്ടി അവിടെ ബാഗെല്ലാം ഓപ്പൺ ചെയ്ത് വെക്കുന്നുണ്ട്. തൊമ്മിത ഈ സൈഡിലെല്ലാം ബാഗ്സ് ഓപ്പൺ ചെയ്ത് വെക്കുന്നുണ്ട്. അപ്പം നമുക്ക് ഓരോ ഫാമിലിക്കും ഒരു ബാഗ് എന്നുള്ളതാണ് സാധാരണ നമ്മളിവിടെ ചെയ്യണത് കേട്ടോ. കണ്ടോ, താങ്ക് യു എന്ന് എഴുതിയിട്ടുണ്ട്. ഈ ബാഗ് ഞാൻ ടെമൂന്ന് ഓർഡർ ചെയ്തതാണ് കേട്ടോ. ബൾക്കായിട്ട് ഓർഡർ ചെയ്തു. അപ്പം എത്രയാണ്, 60 പീസ് ബാഗ് വന്നിട്ടുണ്ട്. അപ്പോൾ അത് നമ്മൾ നല്ല രസമല്ലേ ഈ ബാഗ് കാണാനായിട്ട്. ഇതാണ് കേട്ടോ ഞങ്ങളുടെ തീം, അതായത് ഗ്രീൻ ആൻഡ് വൈറ്റ്. കണ്ടോ, നമ്മുടെ തീം. ഈ ബാഗിൽ നല്ല ഭംഗിയുള്ള ഒലീവ് ലീവ്സ് ആണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പം ആ ബാഗിലേക്ക് ഞാൻ വെക്കാൻ പോകുന്നത് ഈ ക്യാൻഡിൽ. ഇത് ഒരു ക്യാൻഡിൽ ഓപ്പൺ ചെയ്ത് കാണിക്കാവേ. കണ്ടോ, ഇതാണ് നല്ല റോസപ്പൂവിൻ്റെ രീതിയിലാണ് കേട്ടോ. നല്ല ഭംഗിയാണ് ഈ ക്യാൻഡിൽ കാണാനായിട്ട്. അപ്പം അത് ആ ഒരു എന്താ പറയുന്ന ക്യാൻഡിൽ. പിന്നെ നമ്മൾ വെക്കുന്നത് ഇത് കണ്ടോ, നമ്മളൊരു കീ ചെയിനാണ് വെച്ചിരിക്കുന്നത്. അന്നക്കുട്ടി ഈ കീ ചെയിനിൽ തന്നെ അന്നക്കുട്ടി എഴുതിയിരിക്കുന്നത്. ഈ കീ ചെയിൻ പറയുന്നു ചാപ്റ്റർ Psalms 46 verse 5. ചാപ്റ്റർ Psalms 46 verse 5 എന്താണ്? സങ്കീർത്തനം. സങ്കീർത്തനം പറയുന്നത് God is within her, she will not fall. God is within her, she will not fall അല്ലേ? കണ്ടോ, അത് ഞാൻ അടുപ്പിച്ച് കാണിക്കാവേ. ഒന്ന് കാണിച്ചു മോനെ. കണ്ടോ, ഇതിങ്ങനെയാണ് കേട്ടോ ഈ കീ ചെയിൻ ഇരിക്കുന്നത്. അപ്പം നല്ല രസമല്ലേ ഇത് കാണാനായിട്ട്. പിന്നെ നമ്മൾ വെക്കുന്നത് ഇത് കണ്ടോ, കോയിൻ ചോക്ലേറ്റ്സ്. അപ്പോൾ ഇത്രയും 3 ഐറ്റംസാണ് നമ്മൾ ഈ ബാഗിൽ വെക്കുന്നത് കേട്ടോ. ഈ ബാഗിൽ ഒട്ടിച്ചിരിക്കുന്ന ഒരു സ്റ്റിക്കർ കണ്ടോ, താങ്ക് യു സ്റ്റിക്കർ. ഇത് ഞാൻ സെപ്പറേറ്റ് മേടിച്ചതാണ് കേട്ടോ. അപ്പം ഇങ്ങനെയാണ് നമ്മൾ ഗിഫ്റ്റ് ബാഗ്സ് നമ്മൾ പാക്ക് ചെയ്ത് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. ഇത് കണ്ടോ, ഞാനേ നമ്മുടെ വെള്ളത്തിൻ്റെ ബോട്ടിൽ ഇങ്ങനെ വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ, ബൾക്കായിട്ട്. അതായത് ഈ ഇരിക്കുന്ന ഏതാണ്ട് 24 ബോട്ടിലുണ്ട്. അപ്പം ആ ബോട്ടിലേക്ക് ഒട്ടിക്കാനായിട്ട് ഇത് കണ്ടോ സ്റ്റിക്കർ വാങ്ങിച്ചിരിക്കുകയാണ്. അപ്പം അതായത് താങ്ക് യു ഫോർ സെലിബ്രേറ്റിംഗ് വിത്ത് അസ് എന്ന് പറഞ്ഞ സ്റ്റിക്കർ. ഇതും ഞാൻ ടെമൂന്ന് ഓർഡർ ചെയ്ത് വാങ്ങിച്ചതാണ്. എന്നിട്ട് നമ്മൾ അത് ബോട്ടിലിൽ ഇങ്ങനെ ഒട്ടിച്ചു വിടും. നല്ല രസമല്ലേ കാണാനായിട്ട്. അപ്പം എന്തെങ്കിലും സംതിങ് വെറൈറ്റി ആയിട്ട് അതവിടെ ഇരുന്നോളും. ഇനി ടേബിൾ സെറ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും എന്താ പറയുന്നത്, ഇതെല്ലാം ഞാൻ നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ. ഇതിൻ്റെ ഭംഗി എങ്ങനെ വരുമെന്നൊക്കെ അത് കാണിച്ചു തരാം. ഞങ്ങൾ ആ പരിപാടിയിലാണ്. ഇപ്പം എല്ലാവരും കൂടെ ഇവിടെ ഇരുന്ന് ഒട്ടിക്കുന്നു കേട്ടോ. മമ്മി ഉൾപ്പെടെ എല്ലാവരും ഇവിടെ ഇരുന്ന് ഇതാണ് ഇവിടെ പണി. നമ്മുടെ കാഴ്ച വെക്കാനുള്ള സാധനങ്ങളൊക്കെ സെറ്റ് ചെയ്തതേ ജിൻസി കയറിപ്പോന്നു. ജിൻസി ഒന്ന് കാണിച്ചു. ജിൻസി നല്ല രസമുണ്ടല്ലേ, മെഴുകുതിരിയൊക്കെ ട്രെയിലാക്കി സെറ്റ് ചെയ്ത് റിബണൊക്കെ കെട്ടി ഇത് ചെയ്ത് വെച്ച ആളതേ വരുന്നുണ്ട് കേട്ടോ. കയറിപ്പോരു ജോജി. കണ്ടോ, ഇനി കണ്ടോ ജോജി? ഓ എൻ്റെ ദൈവമേ, എൻ്റെ കുട്ടി എടുത്ത് വെച്ച മോനെ അകത്തോട്ട്. ഓരോന്നോരോട്ട് സൂക്ഷിച്ചെടുത്തോണ്ട് പോണേ. കണ്ടോ, ഫ്രൂട്ട്സ്. ജോലിക്ക് പോകാനുള്ള യൂണിഫോം ഒക്കെ ആയിട്ടാണ് വരുന്നത്. 1/2 മണിക്കൂർ സമയമേ ഉള്ളൂ. നമ്മുടെ കാഴ്ച വെക്കാനുള്ള സാമഗ്രികളെല്ലാം റെഡി ആയിട്ടുണ്ട് കേട്ടോ. നല്ല രസമില്ലേ കാണാനായിട്ട്. ഇനി നമുക്ക് ഡാൻസ് പ്രാക്ടീസ് ഒന്ന് കണ്ടേക്കാവേ. 1 2 3 4 5 6 7 8. മനസ്സോ ഇപ്പൊ തന്നെ നടിക്കണക്ക് മംഗള ടൻഡ്രം ടണ്ടര ടൻഡ്രം ടണ്ടര ടൻഡ്രം ടണ്ടര ടൻഡ്രം ടണ്ടര ടൻഡ്രം സിരിപ്പോ ഇപ്പൊ നിന്നെ നടിക്കണ ടണ്ടര ടൻഡ്രം ടണ്ടര ടൻഡ്രം ടണ്ടര ടൻഡ്രം കിളി അണ്ടാടിനാ കിളി മുന്നിൽ വന്ന വച്ചാരി. കേട്ടോ, അതെ എല്ലാവരും ഡാൻസ് പ്രാക്ടീസും കാര്യങ്ങളും ഒക്കെ ആയിട്ട് അങ്ങനെ അങ്ങ് പോകുന്നു. ഇതിൽ ഞാനും കൂടെ കൂട്ടി 5 പേരുണ്ട് കേട്ടോ. ഞാനും കൂടെ കൂട്ടിയല്ല, ഒരാൾ വന്നിട്ടില്ല, ഒരാൾ സാധനങ്ങൾ വാങ്ങിക്കാൻ പോയിട്ടുണ്ട്. എല്ലാവർക്കും വീഡിയോ എടുക്കുന്നതിൻ്റെ ആയിരിക്കും ഒരു ചിരി. പിന്നെ ദേ കണ്ടോ, നമ്മുടെ ഇന്നലെ പാക്ക് ചെയ്ത് വെച്ച കുപ്പി സാധനങ്ങളെല്ലാം ഇങ്ങനെ തൊമ്മി എന്നെയും കൂടെ ഇങ്ങനെ മട്ടത്തിൽ കൊണ്ട് വെച്ചിട്ടുണ്ടോ. നല്ല രസമല്ലേ. ഇതൊക്കെ എടുത്ത് ഇനി അങ്ങോട്ട് വെക്കുക. ഞങ്ങൾ ഏറെക്കുറെ റെഡിയാണ് കാര്യങ്ങൾ.
പിന്നെ ഇനി അന്നക്കുട്ടിയുടെ ഉടുപ്പ് കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്യാനുള്ള പരിപാടികളെ ഇനി നമുക്ക് മിച്ചം കിടപ്പുള്ളൂ. നമ്മളെ അന്നക്കുട്ടിയുടെ ഹോളി കമ്മ്യൂണിൻ്റെ കാര്യങ്ങൾ ഏകദേശം റെഡിയായി കേട്ടോ. അപ്പം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. മമ്മിയുടെ കയ്യിൽ ഉടുപ്പിരിക്കുന്നു. മമ്മി, നമ്മൾ ഈ ഉടുപ്പ് എവിടെ നിന്നാണ് വാങ്ങിച്ചതെന്നൊന്ന് പറഞ്ഞോ മമ്മി ഓർക്കുന്നുണ്ടോ? ഞങ്ങൾ ഇവിടുന്ന് തന്നെ കേട്ടോ, ഞങ്ങൾ ഇവിടെ ഓസ്ട്രേലിയയിൽ തന്നെയുള്ള WA തന്നെയുള്ള കാത്തലിക് ഷോപ്പിൽ നിന്ന് മേടിച്ചതാണ്. ഞാൻ ഇതിലെ ഒരു സാധനങ്ങൾ പോലും ഞാൻ ഇന്ത്യയിൽ നിന്ന് കൊണ്ടുവന്നിട്ടില്ല കേട്ടോ. കേരളത്തിൽ നിന്ന് ഞാൻ വരത്തില്ല. ഞാൻ ഓർത്ത് ഇവിടെ തന്നെ എല്ലാം കിട്ടും അല്ലേ. പിന്നെ നമ്മൾ ഐഡിയ പോലെ ഇരിക്കും അല്ലേ. ഇതിൽ കുറച്ച് പരിപാടികളൂടെ ഉണ്ട്. അത് ഹോളി കമ്മ്യൂണിയൻ്റെ വീഡിയോ പിന്നത്തെ ശനിയാഴ്ച ഇറങ്ങുമ്പോഴത്തേക്കും നിങ്ങളൊന്ന് കണ്ടോളൂ കേട്ടോ. ഞാനത് എങ്ങനെയാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇപ്പം നിങ്ങൾക്ക് നോക്കുമ്പോഴത്തേക്കും ഈ എന്താ പറയുക വളരെ പ്ലെയിൻ ആയിട്ട് നിങ്ങൾക്ക് തോന്നും. പക്ഷേ എനിക്ക് കുറച്ച് ഐഡിയ ഉണ്ട്. ഇതിപ്പം നിങ്ങൾ കാണിച്ചു തരത്തില്ല കേട്ടോ. ഇനി ഇത് കണ്ടോ, ബൊക്കെ ഒന്ന് കാണിച്ചു മമ്മി. ബൊക്കെ ഇത് വാങ്ങിച്ചിട്ടുണ്ട്. ഞങ്ങളുടെ തീം ഗ്രീൻ ആൻഡ് വൈറ്റ് ആണ് കേട്ടോ. പിന്നെ ഇത് കണ്ടോ, സാധാരണ ഒരു ക്രൗണിന് പകരം ഞാൻ ഇതാണ് വാങ്ങിച്ചിരിക്കണം കേട്ടോ. അപ്പം ഇത് വെച്ച് ഞാൻ അവളെ നാളെ അല്ല അടുത്ത നെക്സ്റ്റ് വീക്ക് അത് കാണിച്ചു തരാമേ. പിന്നെ ഇങ്ങോട്ട് വരുമ്പോഴത്തേക്ക് ഇത് കണ്ടോ, ജിൻസിയുടെ കയ്യിൽ ഒരു മെഴുകുതിരി ഇരിപ്പുണ്ട് കേട്ടോ. ഈ മെഴുകുതിരി ശരിക്കും എനിക്ക് ചെയ്തു തന്ന ആരാന്നറിയാവോ ജിൻസി? നമ്മുടെ സ്വന്തം ദീപ്തി. ഇത് ദീപ്തിയുടെ കൈ കൊണ്ടുണ്ടാക്കിയ മെഴുകുതിരിയാണ് കേട്ടോ. കണ്ടത് നല്ല ഭംഗിയായിട്ട്. ഫസ്റ്റ് ഹോളി കമ്മ്യൂണിയൻ അന്ന സുനീഷ് നാളത്തെ ഡേറ്റ് സഹിതം വെച്ച് എനിക്ക് തന്നിരിക്കുകയാണ് അല്ലേ. നല്ല അല്ലേ. അതൊക്കെ അങ്ങനെയുള്ള ഫ്രണ്ട്സ് കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നീ മെഴുകുതിരിയെ പറ്റി ആലോചിക്കുകയേ വേണ്ട നീനു, ഞാൻ കൊണ്ടുതരാമെന്നാണ് പറഞ്ഞത്. ഇത് നമ്മുടെ ധന്യയുടെ കയ്യിലിരിക്കുന്നുണ്ടല്ലോ, ധന്യയുടെ കയ്യിലിരിക്കുന്ന ഒരു പല ടൈപ്പുള്ള ബൊക്കെയാണ്. അതെന്തിനാണെന്നറിയാവോ? ഞാൻ നോക്കിയപ്പോഴേ നമ്മുടെ ഈ വൈറ്റ് ബൊക്കയിൽ ചിലപ്പോൾ ഞാൻ അതിൻ്റെ ഒരു 1-2 ഫ്ലവേഴ്സ് അങ്ങ് കൊടുക്കും. കാരണം അത് ടു പ്ലെയിൻ ആയി പോയോ വൈറ്റ് ബൊക്കെ എന്നൊരു ഡൗട്ട്. അപ്പം അല്ലേ, അതൊരു നല്ല ഐഡിയ അല്ലേ. 1-2 ഫ്ലവേഴ്സ് അല്ലേ കൊടുത്ത് കഴിയുമ്പോഴത്തേക്കും അല്ലേ. ഞങ്ങളുടെ കുഞ്ഞിക്ക ജിൻസിയുടെ കയ്യിലിരുന്ന് ഉറങ്ങിപ്പോയി. ഇവിടെ സമയം ഓൾറെഡി 8 മണിയായി. ഈ എല്ലാവരും നമ്മൾ വന്നിരുന്ന് ഹെൽപ്പ് ചെയ്യുകയും പരിപാടിയൊക്കെയാണ്. നോക്കിക്കേ, വർഷം എന്ത് ടയേർഡായിട്ടായിരിക്കുന്നതെന്ന്. കുഞ്ഞിനെയും കൊണ്ട് മുമ്പിലൂടെ ഓടിപ്പോയത് തൊമ്മിയാണ്, ആരും പേടിക്കണ്ട. അപ്പം പിള്ളേർ ഓടി നടന്ന് കളിക്കുന്നു. അതിൻ്റെ ഇടയ്ക്ക് വർഷം ഭയങ്കര ടയർഡാണ്. വർഷയ്ക്കാണ് നാളെ നമ്മുടെ ഹോളിലെ എന്താ പറയുന്നത് പ്ലേറ്റ്സും ഒക്കെ ജസ്റ്റ് ഒന്ന് വർഷം ഞെട്ടിപ്പോയി. ഹോളിലെ പ്ലേറ്റ്സ് ഒക്കെ വെക്കുന്ന പണി വർഷയ്ക്കാണ് കൊടുത്തിരിക്കുന്നത്. അപ്പം വർഷ സാധനങ്ങളെല്ലാം ഇന്ന് എടുത്തുകൊണ്ട് പോകാനായിട്ട് വന്നതാണ്. ജസ്റ്റ് ഡെക്കറേഷൻസ് ഒന്ന് സെറ്റ് ചെയ്ത് വരാനായിട്ട് കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയ്ക്ക് വേണ്ടി നിങ്ങൾ വെയിറ്റ് ചെയ്യുക. അടുത്ത ആഴ്ച അന്നക്കുട്ടിയുടെ. അപ്പോൾ നോക്കിക്കേ, നിങ്ങൾക്ക് കാണാമല്ലോ ഞാൻ എത്ര ടയർഡ് ലുക്കിംഗ് ആണെന്ന് കാണാമല്ലോ. അപ്പോൾ പ്ലീസ് വെയിറ്റ് ഫോർ ദി നെക്സ്റ്റ് വീഡിയോ. നെക്സ്റ്റ് സാറ്റർഡേ അന്നക്കുട്ടിയുടെ ഹോളി കമ്മ്യൂണിയുടെ അടിപൊളി വീഡിയോ വരും. ഈ സാറ്റർഡേ ഇത് പോട്ടെ കേട്ടോ, പ്രീ പ്രിപ്പറേഷൻ വീഡിയോ. ബൈ.